വേദനയുളവാക്കുന്ന ഒന്നാണല്ലോ. ഈ പിതാവിന്റെ പരിപാലനം ലഭിക്കുന്ന ഏവർക്കും ദൈവം തമ്പുരാൻ ആശ്വാസം പകരട്ടെ എന്ന് അതുപോലെ നിന്ന് പറയുകയാണ്. ഈ പിതാവിന്റെ മകൻ സൈജാൻ വിളിക്കുന്ന തോമസ് മമ്മൂയെ മോളുമോറിയ സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ട്രസ്റ്റിയായിട്ടും അസോസിയേഷൻ അംഗമായിട്ടും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഇടവകയിൽ നിന്ന് ക്രിസ്ത്യൻ സെക്രട്ടറിയും ഇടവകയും ഈ ദേവാലയം കടന്നു വന്നിട്ടുണ്ട്. ഇടവകയുടെ എല്ലാ അനുശോചനവും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ സഹോദര വൈദികരായ എല്ലാവരുടെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. സൈഷാന്റെ ഭാര്യയായിരിക്കുന്ന നിയാരിയുടെ ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ജ്യോതിഷയുടെ അനുശോചനം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സഹോദര വൈദികനായ ഷിരിയച്ചന്റെ മാതാവിന്റെ പിതാവാണ് നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്നത്. ആ ദുഃഖത്തിൽ അച്ഛനോടൊപ്പം ഞങ്ങൾ പങ്കാളികളാകുന്നു. കൃഷ്ണ പൗലോസ്ലീഹ മൂന്നാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. ഈ പിതാവും ദൈവ തേജസ്സിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ഈ പിതാവിന്റെ സ്വർഗീയമായ യാത്രയ്ക്ക് എല്ലാ യാത്രാമംഗളങ്ങളും തീരുകയും ചെയ്യുന്നു. ഇങ്ങനൊരു അവസ്ഥ തന്ന വികാരിച്ചുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചെയ്യുന്നു. പിതാവിന്റെ മകനായ സഹോദരൻ നമ്മുടെ വിദേശി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമൻ ഭക്ത ജെറുസലേം ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവകയുടെ സെക്രട്ടറി ലക്ഷ്മി സജി ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കും. കുടുംബങ്ങളെ ക്രിസ്ത്യേശുവിന്റെ വലിയ നാമത്തിൽ ഏവർക്കും സ്നേഹമാണ്. വലിയ ദൈവിക പദ്ധതിയാണ്. അതായത് യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ പ്രവാചകൻ ഇപ്രകാരം നമ്മളോട് പ്രവചനപരമായി പറയുന്നുണ്ട്. 64-ാം അധ്യായത്തിൽ: എങ്കിൽ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ കരയിരിക്കുന്നു, ഞങ്ങൾ നിന്റെ കൈവഴിയെന്ന്. ദൈവമായ കർത്താവ് നമ്മുടെ കയ്യിൽ ഈ ഭൂമിയിലേക്ക് അയച്ച് സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം ദൈവമായ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു നിമിഷമാണല്ലോ ഇത്. ഇത് ഓരോ മനുഷ്യനും സംഭവിക്കാവുന്ന വലിയൊരു പദ്ധതിയാണ്. ഈ ഒരു സമയം ഞങ്ങളുടെ സാധനം ഓർത്തുപോവുകയാണ്. സാധന ഞങ്ങളുടെ പിതാവിനെ 1 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ സുവിശേഷനായിട്ട് സാർ പ്രവർത്തിക്കുന്നു. സാർ എപ്പോഴും പറയുന്ന പിതാവിന്റെ കാര്യം വന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നാലും സാറോടി തന്റെ പിതാവിന്റെ അരികിലേക്ക് പോകുമായിരുന്നു. അത്രമാത്രം വലിയൊരു സ്നേഹനിധിയായ പിതാവായിരുന്നു. അതുപോലെ മകനുമായിരുന്നു സാറ്. ഒരു നിമിഷം കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആ പിതാവിന് ദൈവികമായ തന്റെ സിംഹാസനത്തിന് കർത്താവായ ദൈവം അണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദുർഘടമായ കുടുംബങ്ങളോട് ഏവരോടും അനുശോചനം രേഖപ്പെടുത്തുകയാണ്.